ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിന് പ്രത്യേകതകളേറെയാണ്. അതുകൊണ്ട് തന്നെ ആകാംക്ഷയോടെയാണ് ഏവരും കാത്തിരിക്കുന്നത്. ഇത്തവണ ബജറ്റിൽ നിന്നും കേരളം നിരവധി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിന് പ്രത്യേകതകളേറെയുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കേന്ദ്ര ബജറ്റ് ഞായറാഴ്ച അവതരിപ്പിക്കുന്നത്. നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി അവതരിപ്പിക്കുന്ന 9ാമത്തെ ബജറ്റാണ് എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഇതോടെ തുടർച്ചയായി 9 ബജറ്റുകൾ അവതരിപ്പിക്കുന്ന രാജ്യത്തെ ആദ്യ ധനമന്ത്രി എന്ന ചരിത്ര നേട്ടവും അവർക്ക് സ്വന്തമാക്കും. എന്നാൽ ഇത്തവണത്തെ ബജറ്റിൽ നിന്നും കേരളവും നിരവധി കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തിടെ വന്ദേ ഭാരതിലടക്കം കേരളത്തിന് വലിയ പരിഗണന ലഭിച്ചിരുന്നു. ആ പരിഗണന കേന്ദ്ര ബജറ്റിലും ലഭിക്കുമെന്നാണ് മലയാളികൾ കരുതുന്നത്. എയിംസ് മുതൽ ശബരി റെയിൽ വരെ കേരളത്തിന്റെ ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. കേരളത്തിന്റെ പ്രതീക്ഷകൾ നോക്കിയാൽ പ്രത്യേക ധനകാര്യ തിരുത്തൽ പാക്കേജാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്ന്. കാരണം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുകയാണ് ധനവകുപ്പ്. കേന്ദ്ര വായ്പാ നിയന്ത്രണങ്ങളും GSTP എസ്റ്റിമേഷൻ രീതികളിലെ വ്യത്യാസങ്ങളും മൂലമുണ്ടായ വിടവ് നികത്താൻ സംസ്ഥാനം 21,000 കോടിയിലധികം രൂപയുടെ സഹായവും അഭ്യർത്ഥിച്ചുവെന്നാണ് വിവരം. ഈ ധനകാര്യ തിരുത്തൽ പാക്കേജ് പാസ്സായാൽ മാത്രമേ ജീവനക്കാർക്ക് പെൻഷൻ, ശമ്പള കുടിശ്ശികയൊക്കെ നൽകാനായി സാധിക്കൂ. കേന്ദ്ര സർക്കാർ അടുത്തിടെ നവീകരിച്ച MGNREGയുടെ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപനവും കേരളം ആഗ്രഹിക്കുന്നുണ്ട്. കേന്ദ്രം മുന്നോട്ട് വയ്ക്കുന്ന GRAMG പദ്ധതിയിൽ സംസ്ഥാനം 40% ചിലവ് വഹിക്കേണ്ടതുണ്ട്. മുൻപത്തെ 90:10 ഫണ്ടിംഗ് പാറ്റേൺ പുനഃസ്ഥാപിക്കണമെന്നതാണ് ആവശ്യവും. 2026 കേന്ദ്ര ബജറ്റിൽ ഉൽപ്പാദനം, കാലാവസ്ഥാ വ്യതിയാനം, ഹരിത ഊർജം, MSMEകൾ, AI, റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ തുടങ്ങി പ്രധാന മേഖലയിൽ പ്രോത്സാഹിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതോടൊപ്പം തന്നെ പൊതുവടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെയും നികുതിയും അനുസരണ ഭാരം കുറയുന്നതിലൂടെയും ശക്തമായ സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ആളുകൾക്ക്. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.